മകൾ തിരിച്ചു വന്ന സന്തോഷത്തിലുപരി ഇവൻ എനിക്ക് മരുമകനായി തിരിച്ചു വന്നല്ലോ എന്നുള്ള വിഷമമാണല്ലോ കണ്ണിൽ മുഴുവനും. രാജ് നായിക് വാഴുന്ന ഇടത്തിൽ വാളും വാക്കും ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യണം. അറിയിച്ച പ്രകാരം പുത്രിയെ കൊണ്ടുവന്നതിന് പകുതി രാജ്യവും മരുമകന്റെ മാംഗല്യ സമ്മാനമായ ബാക്കിയുള്ള രാജ്യവും വേണം. മന്ന, എന്താ? മഹാരാജന്റെ അനുയായിയായി ഇളയ രാജകുമാരനുണ്ടിവിടെ. ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം നേരിടണമെന്ന് ആഗ്രഹമുണ്ടോ? ആരെവിടെ? ഇവിടെയെല്ലാം ശുദ്ധികലശം ചെയ്ത് എത്രയും പെട്ടെന്ന് കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കൂ. ഇത് രത്നാപതിയുടെ കൽപ്പനയാണ്. അടിപ്പതറാൻ തുടങ്ങിയല്ലേ രാജ്നായക്? ഇത് നീ തന്നെ എനിക്ക് പറഞ്ഞു തന്ന വിദ്യയാണ്. വിവാഹം മാംഗല്യപ്പന്തലിൽ നടക്കാതെ ശവകുടീരത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ള തോന്നലൊരു പുറം, ചീറ്റപ്പുലി പതുങ്ങുന്നത് പായാനാണെന്നുള്ള സന്ദേഹം ഒരു പുറം, എവിടെ നിന്ന് എന്തെടുത്ത് നാം കൊല്ലണം എന്നുള്ള ജിജ്ഞാസ ഒരു പുറം, ശത്രു രാജ്യത്തിനെതിരെ പോരാടുന്ന സൗന്ദര്യറാണിയായ ഇവളെ അടക്കി സ്വന്തമാക്കണമെന്നുള്ള വിരഹതാപം ഒരു പുറം. ഇത്രയും ദുസ്സഹനീയമായ ഒരവസ്ഥയിൽ പോലും ഇന്ന് വരെ ഒരു ലാഞ്ചനം പോലും ഏൽക്കാത്ത എന്നുടെ ഈ കൂന്തലിൽ കാലങ്ങളായി ഉള്ളിലൊതുക്കിയ വിഷപ്പുക പടർത്തുവാൻ പ്രേരിപ്പിച്ചു. ഗൗനിക്കുവാൻ മറന്നുപോയില്ലേ നീ? രാജനായർ, ഈ ജന്മമല്ല, ഇനി മറ്റൊരു ജന്മം എടുത്താലും നിന്റെ ജീവൻ എടുക്കുന്നത് ഞാനായിരിക്കും.
ഇഹലോകത്തേക്കും പോകാനാവാതെ പരലോകത്തിലേക്കും പോവാനാവാതെ നിന്റെ ആത്മാവിന് മോക്ഷം കിട്ടാതെ അലയട്ടെ. ഈ രാജ്യം കാത്തു സൂക്ഷിച്ച മഹാദേവിയാണ് സത്യം. ജീവിത നാളുകളിൽ വെറിപൂണ്ട് ആനന്ദകരമായി ജീവിച്ചവൻ. അങ്ങനെയിരിക്കെ രത്നമഹാദേവിയുടെ ശാപത്താൽ ഉഗ്രരൂപത്താൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞിരുന്നു. രാജ്യം ഛിന്ന ഭിന്നമായി തകർന്നു വീണു. രത്നമഹാദേവിയുടെ അരമനയിൽ രാജ്നായക്കും അഗ്നിക്കിരയായ അദ്ദേഹത്തിന്റെ കാലാൾപ്പടയിൽ ചെയ്യുന്ന അക്രമ അമാനുഷിക സംഭവങ്ങളാൽ ജനങ്ങളെല്ലാം ഭയന്ന് വിറച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. രാജകൊട്ടാരം തിരിച്ചും പിടിക്കുവാൻ വന്ന ചില രാജ്യസ്നേഹികൾ മന്ത്രതന്ത്രങ്ങൾ മനസ്സിലാക്കിയ അഥർവ മന്ത്രങ്ങൾ അറിയാവുന്ന തന്ത്രിമാരെ വെച്ച് പൂജ നടത്തി. രാജ്നായക്കിന് വന്നു ചേർന്ന ശാപം ബ്രഹ്മഹത്യ ദോഷത്തിനേക്കാളും വലുതായിരുന്നു. അവന് ശാപമോക്ഷം ലഭിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നടക്കുന്ന അമാനുഷിക ശക്തികൾക്കെല്ലാം ഒരു അവസാനമുണ്ടാകൂ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. 1000 ആണ്ടുകൾക്കിടയിൽ ഒരു പ്രാവശ്യം വരും നവകാളിക പൗർണമി എന്ന ദിനം. ചക്രവടിക ഹോമകുണ്ഡത്തിൽ യാഗം ചെയ്ത് ഒരേ കുടുംബത്തിൽ മാത്രം ജനിച്ച 5 രോഹിണി നക്ഷത്രക്കാരെ പൂജയ്ക്ക് ബലി കൊടുത്തെങ്കിൽ മാത്രമേ രാജ്നായകിന്റെ ആത്മാവിന് ശാപമോക്ഷം ലഭിക്കുകയുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള 5 പേരും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരാണ്. എന്നാൽ ആ ബലിപൂജ തലമുറയിലുള്ള ആദ്യത്തെ പെൺകുട്ടി, അതും ഒരു കന്യകയായിരിക്കണം നടത്തേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ പ്രേതത്തിന് വരാം, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ എന്തിനാ വരുന്നേ? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പൂജ നടത്തിയാലും ഒരു ചെറിയ തടസ്സം കാണുന്നുണ്ട്. ഈ ബലിപൂജ മൂലം ശാപമോക്ഷം ലഭിച്ച് സ്വതന്ത്രനാകുന്ന രാജ്നായകിന്റെ ആത്മാവ് തന്റെ അടങ്ങാത്ത ഉഗ്രശക്തിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അവന്റെ ആത്മാവിനല്ലാതെ മറ്റൊരാത്മാവിന് ഗണിക്കാൻ കഴിയില്ല. മറ്റു വഴി എന്തെങ്കിലും? ഈ കൊട്ടാരം ഇവിടെ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മാറ്റി രാജ്യം ഭരിച്ചുകൊള്ളുക. രാജ്നായക്കും അഗ്നിക്കിരയായ അവന്റെ സേനാ നായകന്മാരും നവകാളിക പൗർണമിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. നടക്കാനുള്ളത് എന്താണെങ്കിലും 4 ചുവരുകൾക്കുള്ളിൽ 3-ാം നാൾ വരുന്ന നവകാളി പൗർണിമയ്ക്ക് നടന്നു തന്നെ ആകണം. എന്തേത് കണ്ടതൊക്കെ ഷൂട്ട് ചെയ്തോണ്ട്? അല്ല, നിനക്ക് ചേച്ചിമാരൊക്കെ ഉണ്ടല്ലേ? ചേച്ചിയോ? ഇല്ലല്ലോ. ചേച്ചിന്ന സ്വന്തം ചേച്ചിയാണെന്നില്ല. ചിറ്റപ്പന്റെ മോള്, വലിയച്ഛന്റെ മോള്, കസിൻസ് കാണുമല്ലോ അല്ലേ? ഇല്ല, ഞങ്ങളുടെ ഫാമിലി ഞാൻ മാത്രമേ ഉള്ളൂ പെണ്ണ്. എന്താന്ന് വെച്ചാ ഞങ്ങളുടെ തലമുറ ഞാൻ മാത്രമേ ഉള്ളൂ പെണ്ണ്. ഹാ, ഇതെല്ലാം എന്റെ കുറ്റമാണോ? ചേച്ചിയൊന്നുമില്ല, നീ ഇതിനെ ഒറ്റയ്ക്ക് ഇരിച്ചേ. ജീവനെടുക്കാൻ വേണ്ടി തന്നെ വന്നേക്കാം. ശവം മുഴുവൻ കുടുംബത്തിന് കൊലക്കി കൊടുക്കൂ നീ. പോയി എല്ലാം പോയി നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയില്ല. എന്താ മോനെ പറയുന്നത്? നമ്മൾ വിചാരിച്ച ആളല്ല ചായകള്. അയാൾക്ക് സ്വർഗത്തിൽ പോകാനല്ല നമ്മളെ കൊണ്ടുവന്നത്, നമ്മളെ നരകത്തിലേക്ക് അയക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. അവന് ശാപമോക്ഷം കിട്ടി പുറത്തു വരണമെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെയുള്ള രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച 5 പേരെ അവൻ ബലി കൊടുക്കണം. യാമിനിയുടെ അബദ്ധത്തിലൊന്നും എത്തിയതല്ലച്ച, അവൻ തന്നെ അവളെ കൊണ്ടുവന്നത്. അവളാണ് നമ്മളെ ബലി കൊടുക്കാൻ പോകുന്നത്. എന്റെ കുഞ്ഞ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അപ്പൊ ആ പെണ്ണ് നമ്മളോട് കള്ളം പറഞ്ഞതാണോ? സത്യം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താണ്? നെഞ്ചു പൊട്ടി ചത്തുപോയേനെ ഞാന്. അതുകൊണ്ടാ പറയാഞ്ഞേ. ഇതുവരെ ഒന്നും സംഭവിക്കാതെ അവൻ നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതവന് പൂജയ്ക്ക് നമ്മളെ ആവശ്യമുള്ളത് കൊണ്ടാണ്. സാറേ, അകത്തുള്ളത് സാധാരണ പ്രേതമല്ല.
തല ഒരു ഭാഗത്തോട്ട് പോകുന്നു, ഉടൽ മറ്റൊരു ഭാഗത്തോട്ട് പോകുന്നു. അകത്ത് ആര് കയറിയാലും അവനെ തല്ലി ഓടിക്കുക. പക്ഷേ കാശ്മീര മാത്രമാണ് അകത്തുള്ളതെങ്കിൽ വേറെ എന്തോ ആണ് അവിടെ നടക്കുന്നത്. നവകാളിക പൗർണമി, രത്നമഹാദേവി, ശാപങ്ങൾ മറഞ്ഞു പോകും ഈ നവകാളിക പൗർണമിയിൽ 5 രോഹിണി നക്ഷത്രക്കാരായ ജാതകരെ ബലി കൊടുക്കുമ്പോ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും ഈ രാജനായകൻ. എവിടേക്കാണാ പോന്നെ? ആ കൊട്ടാരം ബോംബ് വെച്ച് തകർക്കാൻ പോവാ. അത് കാണാൻ വേണ്ടി ഞാൻ പോവായിരുന്നു. നീ വരുന്നുണ്ടേ വാ. അവിടെ അങ്ങനെ കൂടി കയറി അങ്ങോട്ട് മാറി നിൽക്ക്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പുരാതനമായ ഒരു രാജകൊട്ടാരമാണ്. ഇതൊരു രാജകൊട്ടാരം എന്ന് പറയുന്നതിലും നല്ലത് വേട്ടക്കുളം പ്രേതാലയം എന്ന് പറയുന്നതായിരിക്കും അനുയോജ്യമായ പേര്. ഈ പ്രേതാലയം ഇപ്പോൾ ബോംബ് വെച്ച് തകർക്കാൻ പോവുകയാണ്. ഒരു പ്രാവശ്യം കൂടി ആലോചിക്കുന്നതാണ് നല്ലത്. మంత్రవాదిകളെ വെള്ളം വെച്ച് ഒദ്ദു പാപ്പോ അന്നീ ചെയ്താനു ചോറ്റാനിക്കെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇവിടെ എല്ലാം ഞങ്ങള് നോക്കി കഴിഞ്ഞെന്നേ. ഒരു പ്രയോജനവും ഇല്ല. ലോക്ക് ചെയ്ത് എല്ലാം തീർത്തേക്ക്. കാണുന്നില്ലല്ലോ. കളിക്കുവാണോ? 500 കോടി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം അടിച്ചു മാറ്റിയിട്ട് ഫാമിലിയോട് അവൻ അകത്തിരിക്കുക. ചത്തുപോയ ഞാൻ എന്ത് ചെയ്യൂ? സാർ, പബ്ലിക്കാണാ നിൽക്കുന്നത്. മൊത്തം മീഡിയം ചുറ്റും നിൽക്കുക. ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല സാർ. അകത്തിരിക്കുന്ന ഒരു 10,000 ബോംബിന് സമമാണ് സാർ. നേരിട്ട് കണ്ട ഞാനാ പറയുന്നത് സാർ. ഈ ബോംബ് കൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങോട്ട് മാറിക്കേ, സാർ വരുന്നുണ്ടല്ലേ? സാർ സാർ അങ്ങോട്ട് മാറി. ഏർലി മോർണിംഗ് ബ്ലാസ്റ്റ് ഒരു ആവും. ചോദ്യം ചോദിക്കാനുണ്ട്. സപ്പോർട്ട് ചാനലുകളെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് സാധാരണ കെട്ടിടം തകർക്കുന്നതിന് MLA വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. റൈറ്റ് സൈഡിൽ നിൽക്കുന്നവരെല്ലാം ലൈനിൽ വാ.